നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തെ മഹത്വപ്പെടുത്തി പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതിനെക്കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ കുടുംബം ടെലിവിഷൻ പ്രോഗ്രാമിൽ ടീമിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമാണ്. ആ കുടുംബത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. ടെലിവിഷൻ പ്രോഗ്രാമിനോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കുടുംബത്തിൽ ഞായറാഴ്ച ഇടവക ദേവാലയത്തിൽ കുർബാനയ്ക്ക് പോകാതെ മറ്റ് പല പള്ളികളിലും മറ്റ് പല കൂട്ടുകെട്ടുകളിലും പോയിരുന്ന മകൻ 2 തവണ ടെലിവിഷൻ പ്രോഗ്രാമിൽ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് തൊട്ട് ഇടവക പള്ളിയിൽ മുടങ്ങാതെ രാവിലെ കുർബാനയ്ക്ക് പോയി ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ആ വീട്ടമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും വലിയ സന്തോഷത്തിൻ്റെയും വിടുതലിൻ്റെ അഭിഷേകമാണ് കർത്താവ് നൽകിയത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. തങ്കമ്മ തൃശ്ശൂർ നടത്തറയിൽ നിന്ന് മകന് വേണ്ടി സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ആരാധിക്കുന്ന ദൈവമക്കളിലും കുടുംബങ്ങളിലും പാപത്തിൽ നിന്നുള്ള വിടുതൽ കൊടുത്ത്, അനുതാപം കൊടുത്ത്, ഹൃദയത്തുറവി കൊടുത്ത്, മാംസളമായ ഹൃദയം കൊടുത്ത് കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. മകനെ, മകളെ, നീ ആയിരിക്കുന്ന സ്ഥലത്ത്, നീ ആയിരിക്കുന്ന മുറിയിൽ, നീ ആയിരിക്കുന്ന ഇടത്തിരുന്ന് ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുക. ഇത് ദൈവാരാധനയുടെ സമയം. കുടുംബം ഒന്നിച്ച്, അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന്, സമൂഹം ഒന്നിച്ചിരുന്ന് ഇപ്പോൾ ഹൃദയപൂർവ്വം കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അന്തിനുമത്രേ, അവൻ സ്തുതികൾക്കും പുകഴ്ചകൾക്കും യോഗ്യനത്രേ. നന്നായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, അത്ഭുത കൃപ വ്യാപരിക്കട്ടെ, അത്ഭുത സ്തുതിപ്പിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ആരാധിക്കുന്നു. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ആദിനും അന്തിനുമായ യേശുവേ, ആദ്യനും അന്ത്യവും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മാലാഖമാരോട് ചേർന്ന് എല്ലാ വിശുദ്ധരോട് ചേർന്ന് ഒന്നിച്ച് ആരാധിക്കട്ടെ. ശക്തിയോടെ ആരാധിച്ച് മഹത്വപ്പെടുത്തട്ടെ. പാപവും വേദനകളും സമർപ്പിച്ച് ആരാധിക്കട്ടെ. രോഗങ്ങളും ദുഃഖങ്ങളും സമർപ്പിച്ച് ആരാധിക്കട്ടെ. എല്ലാ വിശുദ്ധരോടും ചേർന്ന് ആരാധിക്കുന്നു. അത്ഭുതകരമായി സ്പർശിക്കണമേ. ഇപ്പോൾ തുറന്നമേ കർത്താവേ, ഓരോരുത്തരും ഉണർത്തണമേ കർത്താവേ. പ്രാർത്ഥനയുടെ കൃപ, വിശുദ്ധിയുടെ കൃപ, ദൈവാരാധന കൃപ എല്ലാ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ, കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. തിന്മയുടെ ശക്തികൾ അമർന്നു പോകട്ടെ, പാപശക്തികൾ പൊട്ടിച്ചതായി പോകട്ടെ. ഉണർവ് ലഭിക്കട്ടെ, തുറവ് ലഭിക്കട്ടെ, വചനദാഹം ലഭിക്കട്ടെ, അഭിഷേകം ലഭിക്കട്ടെ, പരിശുദ്ധാത്മ പ്രവർത്തനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൽ ദൈവം വലിയ വേദനയോടുകൂടെ ഒരു വചനം പറഞ്ഞിട്ടുണ്ട്. അത് എസെക്കിയേലിൻ്റെ ഗ്രന്ഥത്തിൽ 5-ാം അധ്യായത്തിൽ 5 മുതലുള്ള വചനങ്ങളാണ്. കർത്താവ് അരുളി ചെയ്യുന്ന ഇപ്രകാരമാണ്:
ഇതാണ് ജെറൂസലം. ജനതകളുടെയും രാജ്യങ്ങളുടെയും മധ്യേ ഞാൻ അവളെ സ്ഥാപിച്ചു. എന്നാൽ ജനതകളുടേതിനേക്കാൾ ദുഷ്ടതയോടെ അവൾ എൻ്റെ കൽപ്പനകൾ ലംഘിച്ചു. ചുറ്റുമുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതലായി അവൾ എൻ്റെ പ്രമാണങ്ങളെ ധിക്കരിച്ചു. അവൾ എൻ്റെ കൽപ്പനകൾ നിരസിച്ചു. അവയ്ക്ക് അനുസൃതമായി അവൾ പ്രവർത്തിച്ചില്ല. ദൈവത്തിൻ്റെ ഒരു വലിയ വേദന പ്രവാചകന്റെ അധരങ്ങളിലൂടെ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാ ചുറ്റുമുള്ള ജനതകളേക്കാൾ ശോചനീയമാം വിധം ജെറൂസലം കർത്താവിൻ്റെ വചനങ്ങളെ ധിക്കരിച്ച് പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് വീണിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനൊരു കാരണമുണ്ട്. സങ്കീർത്തന പുസ്തകം 78-ാം അധ്യായം, അവിടെ ദൈവം തൻ്റെ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അത്ഭുതങ്ങൾ ചെയ്ത് വലിയ അത്ഭുതങ്ങളുടെ അകമ്പടിയോടെ ദൈവം മരുഭൂമിയിലൂടെ ജനത്തെ നയിച്ച് കാനാൻ നാട്ടിലെത്തിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാറ പിളർന്നവർക്ക് വെള്ളം കൊടുത്തു. മരുഭൂമിയിൽ പൊടി പോലെ അവിടുന്ന് പക്ഷികളെ കൊടുന്ന് വർഷിച്ച് മാംസം കൊടുത്ത് അവരെ മൂക്കിൽ നിന്ന് പുറത്തു വരുന്നത് വരെ തീറ്റി പോറ്റി. രാത്രിയും പകലും മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും ദൈവം അവരുടെ കൂടെ അവരെ അകമ്പടി സേവിച്ചു. ശത്രുക്കളെ അവർക്ക് കീഴ്പ്പെടുത്തി. സമുദ്രം വിഭജിച്ച് അവർക്ക് വേണ്ടി പാത തുറന്നു കൊടുത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം അനുദിനം ചെയ്തു കൊടുത്ത് അവരെ മനോഹരമായി വിജയകരമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അവർ കാനാൻ നാട്ടിൽ പ്രവേശിച്ചു. അവർ പുതിയ വീടുകൾ വെച്ച് പുതിയ തോട്ടങ്ങളുണ്ടാക്കി അവർ താമസം ആരംഭിച്ചു. എന്നാൽ അവർ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അതിനെക്കുറിച്ച് വേദനയോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. യാഷൂറൂൻ, നീ തടിച്ച് കൊഴുത്ത് ശക്തനായി, എന്നാൽ നിന്റെ രക്ഷയുടെ പാറയെ നീ തിരിഞ്ഞു തൊഴിച്ച്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു ജനത്തെ നട്ടുപിടിപ്പിച്ച്, എന്നാൽ അവൻ തടിച്ച് കൊഴുത്ത് ശക്തനായപ്പോൾ അവൻ തിരിഞ്ഞു തൊഴിച്ച്. യാഷൂറൂൻ, നീ തടിച്ച് കൊഴുത്ത് ശക്തനായി, എന്നാൽ നിന്റെ രക്ഷയുടെ പാറയെ നീ പുച്ഛിച്ചു തള്ളുകയും നീ തിരിഞ്ഞു തൊഴിക്കുകയും ചെയ്തു. ഇത് ദൈവജനത്തിൻ്റെ മേലുള്ള പാപമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. എന്താ കാരണം? ദൈവത്തിൻ്റെ നടത്തിപ്പിൽ അവൻ സന്തോഷിച്ചില്ല. ദൈവം ചെയ്ത അത്ഭുതങ്ങളിൽ അവൻ അഭിമാനം പൂണ്ടില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അവൻ മനസ്സ് വെച്ചില്ല. സങ്കീർത്തന പുസ്തകം 78-ാമത്തെ അധ്യായം, അവിടെ നമ്മൾ വായിക്കുന്നൊരു ഭാഗമുണ്ട്. 78-ാം അധ്യായത്തിൽ 42-41 വാക്യങ്ങൾ. അവർ അവിടുത്തെ ശക്തിയെയോ ശത്രുവിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ദിവസത്തെയോ ഓർത്തില്ല. ഈജിപ്തിൽ വെച്ച് അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും സോവാൻ വയലുകളിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളും അവർ ഓർത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ, ദൈവം അവരെ നടത്തിയ നടത്തിപ്പിനെ അവർ ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയോ അവർ മനസ്സുകൊണ്ട് ദൈവത്തിന് മഹത്വം നൽകുകയോ ചെയ്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അധപതനവും തെറ്റും ഇതല്ലേ? ഇന്ന് എത്രയോ അത്ഭുതങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നു. ഇന്ന് എത്രയോ മഹത്തരമായി ദൈവം നമ്മളെ നടത്തുന്നു. ഇന്ന് എത്രയോ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. എന്നാൽ പഴയ ഇസ്രായേൽ ജനത്തെ പോലെ തന്നെ തടിച്ച് കൊഴുത്തപ്പോൾ അവൻ തൻ്റെ രക്ഷയുടെ പാറയെ പുച്ഛിച്ചു തള്ളുകയും തിരിഞ്ഞു തൊഴിക്കുകയും ചെയ്യുന്നൊരു രംഗമല്ലേ നമുക്ക് ചുറ്റിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എത്രയോ അത്ഭുതങ്ങൾ ചെയ്ത്, എന്നാൽ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയോ അവിടത്തേക്ക് മഹത്വം നൽകുകയോ ചെയ്തോ? റോമാലേഖനത്തിൽ 1-ാം അധ്യായം 21-ാം വാക്യം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ ഒരു വലിയ തകർച്ച എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. റോമലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, അതുകൊണ്ട് അവർക്ക് ഒഴിവ് കഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ ദുഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന് അവർ മഹത്വം കൊടുക്കാതിരുന്നപ്പോൾ
റോമാലേഖനം 1:24 പഠിപ്പിക്കുന്നു, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയോ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ ചെയ്യാതിരുന്നതിനാൽ ദൈവം അവരെ അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും റോമാലേഖനം 1:28 ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. എല്ലാത്തരം അശുദ്ധികളിലും അവർ ആവേശത്തോടെ മുഴുകി. ഇന്ന് ജഡിക പാപത്തിൻ്റെ ആധിപത്യം ഈ ദേശത്ത് കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ, ശക്തി പ്രാപിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്ന ഒരു ജനം ഇവിടെ വളർന്നു വരുന്നു, ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യാഷുറൂൻ, നീ തടിച്ച് കൊഴുത്ത് ശക്തനായി, ഇപ്പോൾ നിന്റെ രക്ഷയുടെ പാറയെ നീ പുച്ഛിച്ച് തള്ളുന്നു. ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നത് പോരായ്മയെ നീ കരുതുന്നു. പ്രിയപ്പെട്ട പൈതലേ, നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള നന്മകളെ പ്രതി നീ ദൈവത്തിന് എപ്പോഴും മഹത്വം നൽകണം. കൃതജ്ഞതാ സ്തോത്രങ്ങളോട് അവിടുത്തെ കവാടങ്ങൾ കടക്കണം, അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കണം, അവിടുത്തെ വാഴ്ത്തി പുകഴ്ത്തണം, അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കണം. നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നീ ഓർക്കണം. നിനക്കൊരു നല്ല വിജയം ലഭിച്ചു, നീ ഒരു 10-20 മിനിറ്റെങ്കിലും നീ ദൈവത്തിൻ്റെ അടുത്ത് പോയിരുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിനക്ക് നല്ലൊരു വിളവെടുപ്പ് കിട്ടി, നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിനക്ക് നല്ലൊരു വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചു, നീ ദൈവത്തിന് കുറേ നേരം ദൈവത്തെ സ്തുതിക്കണം, ഒരു കൃതജ്ഞതാ ബലി അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നീ കിണർ കുഴിച്ച് വെള്ളം കിട്ടി, നീ ദൈവത്തിന് മഹത്വം നൽകണം. നീ പഠിച്ചു, നിനക്ക് ജോലി കിട്ടി, നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് എണ്ണി എണ്ണി അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിച്ച് 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 നീ നിന്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തണം, മഹത്വപ്പെടുത്തണം, മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തെ മഹത്വപ്പെടുത്തി നീ പാപത്തിന് രക്ഷ നേടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിലും മുന്നിട്ട് നിന്നിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ ലഭിച്ചൊരു വലിയ കൃപയാണ് നിരന്തര അനുതാപം. അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. അപ്പോസ്തലന്റെ ഹൃദയം മാംസളമായി. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർക്ക് ദൈവം നൽകുന്നൊരു വൻ കൃപയാണ് നിരന്തര അനുതാപവും പശ്ചാത്താപവും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്താത്തവരെയോ ദൈവം അശുദ്ധിക്ക് വിട്ടുകൊടുക്കുന്നു, ശരീരങ്ങൾ അവമാനിതമാകാൻ വിട്ടുകൊടുക്കുന്നു, എല്ലാത്തിനും അശുദ്ധികളുടെ മുഴുവൻ ദൈവരെ കൈവിട്ടു കൊടുക്കുന്നു. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും കണ്ണടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ച് ദൈവത്തിൻ്റെ സന്നിധി അനുതാപത്തോടെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അഹങ്കാരത്തോടെ നടന്ന നാളുകൾ, നഗളത്തോടെ നടന്ന നാളുകൾ, ഓരോ നന്മയുണ്ടായപ്പോൾ, ഓരോ വിജയമുണ്ടായപ്പോൾ, ഓരോ നേട്ടങ്ങളുണ്ടായപ്പോൾ ഏറ്റെടുത്ത് ഞാൻ തന്നെ കേമൻ എന്ന് പറഞ്ഞ അഹങ്കാരത്തിന് നാളുകളെ ഓർത്ത് ദൈവമേ ഈ നിമിഷങ്ങളിൽ മാപ്പ് ചോദിക്കുന്നു. അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്താനുള്ള കൃപ തരണമേ കർത്താവേ. എല്ലാവരും അനുതാപത്തോടെ പ്രാർത്ഥിക്കട്ടെ. അഹങ്കാരമോടെ ഞാൻ നടന്നു, ആസക്തിയാലേ ഞാൻ വലഞ്ഞു. അഹങ്കാരമോടെ ഞാൻ നടന്നു, ആസക്തിയാലേ ഞാൻ വലഞ്ഞു. അലിവോടെ എന്നെ ഒന്നു തൊട്ടാൻ ഉള്ളുരുകും. കരങ്ങൾ ഉയർത്തി എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷങ്ങളിൽ എല്ലാ ഹൃദയങ്ങളിലേക്ക് അഭിഷേകം നൽകണമേ കർത്താവേ. ഈ നിമിഷങ്ങളിൽ എല്ലാ ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ഈ നിമിഷങ്ങളിൽ എല്ലാ ഹൃദയങ്ങളും ഉണർത്തണമേ കർത്താവേ. പാപബോധം, പശ്ചാത്താപം, കൃപ, അഭിഷേകം എല്ലാവരുടെ മേലും ചൊരിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഞാൻ നടന്നു, ആസക്തിയാലേ ഞാൻ വലഞ്ഞു. അലിവോടെ എന്നെ ഒന്നു തൊട്ടാ അനുതാപമോടൻ ഉള്ളുരുകും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അനേകരുടെ ആത്മീയ ബന്ധനങ്ങളെ തകർക്കുന്നവനായ യേശു ക്രിസ്തു
വലിയ വിടുതൽ നൽകുവാനായി ഇതാ ദിവ്യകാരൻ രൂപനായി നമ്മുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്നു. തലമുറകളായി ആത്മീയ ബന്ധനത്തിൽ കിടക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരുപാട് കാലങ്ങളായി ആത്മീയ മരവിപ്പിൽ കിടക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു വ്യക്തി പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ലഭിച്ചിട്ടുള്ളതായ സകല നന്മ തിന്മകൾക്കും സകല കാര്യങ്ങൾക്കും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ പരിശുദ്ധ നാമത്തിനായി മഹത്വം കരയറ്റുന്നുവെങ്കിൽ അവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അനേകം വ്യക്തികളെ പിശാച് കെട്ടിയിട്ടിരിക്കുകയാണ്. അവരുടെ അതരം തുറന്ന് പ്രാർത്ഥിക്കാനോ അവരുടെ അതരം തുറന്ന് കർത്താവിനെ ആരാധിക്കാനോ കർത്താവിന് മഹത്വം നൽകാനോ പറ്റാത്തവണ്ണം അവരെ നാരകീയ സേനകൾ ബന്ധിച്ചിട്ടിരിക്കുകയത്രേ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ആത്മീയ ബന്ധനങ്ങൾ അഴിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ മേഖലകളിൽ വിടുതൽ ആഗ്രഹിക്കുന്നവർ ഈ ടീമിനോട് ചേർന്ന് ഈ നിമിഷങ്ങളിൽ ലോകമെമ്പാടുമുള്ള 10,000-കണക്കിന് ആളുകളോട് ചേർന്ന് ഇപ്പോൾ കർത്താവിനെ ആരാധിക്കട്ടെ. കർത്താവെ, ഇപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് അവിടുത്തെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. കർത്താവെ, ഒത്തിരി കാലമായി സ്തുതിക്കാൻ പറ്റാതിരിക്കുന്നവർ, ഒത്തിരി കാലമായി നന്നായിട്ട് അതരം തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറക്കം വരുന്നവർ, പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധയില്ലാത്തവർ, ദൈവത്തിന് മഹത്വം നൽകാൻ പറ്റാതെ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതി മൂഢ സ്വഭാവത്തിൽ ഇരിക്കുന്നവർക്ക് ഇന്നു മുതൽ ഈ നിമിഷം മുതൽ പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം, ദൈവത്തെ ദൈവമായി അംഗീകരിക്കാനുള്ള അഭിഷേകം, ദൈവസന്നിധി എല്ലാത്തിനും നന്ദി പ്രകാശിപ്പിക്കുന്ന അഭിഷേകം അവിടുന്ന് നൽകണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന മനസ്സിൻ്റെ ഭാരങ്ങൾ, മനസ്സിൻ്റെ മുറിവുകൾ, ആത്മീയ ബന്ധനങ്ങൾ എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് എല്ലാ ചങ്ങലകളും മുറിച്ച് ഇപ്പോൾ അവിടുന്ന് അത്ഭുത വിടുതൽ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ മാറട്ടെ, ചങ്ങലകൾ മുറിയട്ടെ, കോട്ടകൾ തകരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. കെട്ടുകൾ അഴിഞ്ഞിടട്ടെ, വൻഭാരങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ. വിശ്വാസത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നിന്ദാസരിൽ പരം അത്ഭുതം ചെയ്യുവാൻ, നിന്ദാസരിൽ പരം അത്ഭുതം ചെയ്യുവാൻ ബന്ധനമഴിഞ്ഞിട്ടിന്ന് ഞങ്ങൾ ആത്മാവിലാരാധിപ്പാൻ. ബന്ധനങ്ങൾ അഴിഞ്ഞ് ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ. വലിയ ആഗ്രഹത്തോടെ എല്ലാവരും ചേർന്ന് ഉറക്കെ പാടുന്നു, പ്രാർത്ഥിക്കുന്നു. വിടുതൽ ഉണ്ടാകട്ടെ, അത്ഭുത വിടുതൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒത്തിരി ഭാരങ്ങൾ വിട്ടുപോട്ടെ കർത്താവേ. മനസ്സിനെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിയട്ടെ, ആത്മാവിനെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിയട്ടെ, ആന്തരിക മേഖലയിലുള്ള ബന്ധനങ്ങൾ അഴിയട്ടെ, വിടുതൽ ലഭിക്കട്ടെ, ദൈവസ്തുതി നിറയട്ടെ, നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, അത്ഭുത നിമിഷങ്ങൾ നിറയട്ടെ, അത്ഭുത അഭിഷേകം നിറയട്ടെ, അത്ഭുത സ്തുതിപ്പിന്റെ വരം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധനമഴിഞ്ഞിട്ടിന്ന് നിന്നെ ഞങ്ങൾ ആത്മാവിലാരാധിപ്പാൻ. കർത്താവായ യേശുവേ, ഈ നിമിഷങ്ങളിൽ ഒത്തിരി ദുഃഖത്തോടിരിക്കുന്ന മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. മനസ്സിൽ ഒത്തിരി ദുഃഖങ്ങൾ, ഒരുപാട് നിരാശ, ഒരുപാട് മന്ദത, ഒരുപാട് മരവിപ്പ് ഇത് ബാധിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ ഒരു താല്പര്യമില്ലാതെ ആത്മീയമായി മരവിപ്പിൽ കിടക്കുന്ന മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവെ, ആത്മീയ മരവിപ്പിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ, ആത്മീയ മന്ദതയിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ. എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹന്മാരിരിക്കുന്ന ഓരോരുത്തരിലേക്കും വരണമേ. ഇൻഡിഫറൻസ്, നിസ്സംഗതയിലിരിക്കുന്നവരിലേക്ക് വരണമേ കർത്താവെ. ആത്മീയ നിസ്സംഗത, ദൈവത്തോട് മതിപ്പില്ലാതിരിക്കുന്ന അവസ്ഥ, ദൈവത്തോട് താല്പര്യമില്ലാതിരിക്കുന്ന അവസ്ഥ, ദൈവത്തോട് കോപത്തിലിരിക്കുന്ന അവസ്ഥ, ദൈവത്തോട് വെറുപ്പിലിരിക്കുന്ന അവസ്ഥ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചിന്തിച്ച് ആത്മീയ നിരാശയിലിരിക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ള എല്ലാ മക്കളിലേക്കും ഓ യേശുവേ എവിടുന്ന് ഇപ്പോൾ എഴുന്നള്ളി വരണമേ, അവിടുന്ന് ഇപ്പോൾ അത്ഭുത ശക്തി അയക്കണമേ. ഇവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചങ്ങലകൾ ഈ നിമിഷം, ഈ അത്ഭുത സ്തുതിപ്പിൻ്റെ നിമിഷങ്ങളിൽ മുറിഞ്ഞ് വീണ് മാറിപ്പോകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ചങ്ങലകളും കെട്ടുകളും മുറിയുന്ന അത്ഭുതങ്ങൾ ഇപ്പോൾ ഓരോ വ്യക്തികളിലും സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ യേശു കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമൂഹത്തോട് ചേർന്ന് ആരാധിക്കുക, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനോട് ചേർന്ന് ആരാധിക്കുക. ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു, ഉറക്കെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ചങ്ങലകൾ അഴിയട്ടെ, എല്ലാ തിന്മകളും കോട്ടകളും തകരട്ടെ. കെട്ടുകൾ അഴിഞ്ഞിടട്ടെ, വൻഭാരങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ. നിന്ദാസരിൽ പരം അത്ഭുതം ചെയ്യുവാൻ, നിന്ദാസരിൽ പരം അത്ഭുതം ചെയ്യുവാൻ ബന്ധനമഴിഞ്ഞിട്ടിന്ന് നിന്നെ ഞങ്ങൾ ആത്മാവിലാരാധിപ്പാൻ. ബന്ധനമഴിഞ്ഞിട്ടിന്ന് നിന്നെ ഞങ്ങൾ
ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ, യേശുവിന്റെ നാമത്തിൽ കോട്ടകൾ തകരുന്നു, യേശുവിന്റെ നാമത്തിൽ പൈശാചിക ആധിപത്യങ്ങൾ തകരുന്നു, യേശുവിന്റെ നാമത്തിൽ രോഗക്കെട്ടുകൾ അഴിയുന്നു, യേശുവിന്റെ നാമത്തിൽ തിന്മയുടെ ദുരാത്മാക്കൾ വിട്ട് ഓടിപ്പോകുന്നു. ഉറക്കെ വിളിക്കുക, ഉറക്കെ വിളിക്കുക, എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഒത്തിരി കാലമായി പ്രാർത്ഥിക്കുന്ന അഭിഷേകം മങ്ങിപ്പോയ മക്കളുടെ മേൽ അത്ഭുത ശക്തി ജ്വലിക്കട്ടെ, അത്ഭുത അഭിഷേകം ജ്വലിക്കട്ടെ, അത്ഭുത കൃപകൾ ജ്വലിക്കട്ടെ, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, സൗഖ്യങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാരമ്പര്യമായി ബന്ധനത്തിൽ കിടക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് തലമുറ തലമുറ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആത്മീയ കാര്യങ്ങളോട് താല്പര്യമില്ലായ്മ, ആത്മീയ കാര്യങ്ങൾ അലസത, ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയെ കരുതുന്ന സ്വഭാവങ്ങൾ ഇപ്പോൾ യേശുനാമത്തിൽ ദൈവമക്കളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപ ലഭിക്കട്ടെ, ദൈവത്തെ സ്തുതിക്കാനുള്ള അഭിഷേകം ലഭിക്കട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള തുറവി ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കെട്ടുകളഴിഞ്ഞിടട്ടെ, വൻഭാരങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ. നിന്ദാസരിൽ പരം അത്ഭുതം ചെയ്യുവാൻ ബന്ധനമഴിഞ്ഞിട്ടിന്ന് നിന്നെ ഞങ്ങൾ ആത്മാവിലാരാധിപ്പാൻ. എൻ്റെ 2 കണ്ണും ഓപ്പറേഷൻ ചെയ്താണ്. ഇടത്ത് കണ്ണിൻ്റെ ഒരു ഞരമ്പ് ദ്വാരം തുറന്നിരുന്ന കാരണം ആ കണ്ണടഞ്ഞിരിക്കുകയായിരുന്നു. കാഴ്ച ശക്തി കുറഞ്ഞ് ഇപ്പോൾ 2 കണ്ണിന് നല്ല കാഴ്ചയുണ്ട്. ഇവിടെ വരുമ്പോൾ ഇടത് കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പോഴോ? ഇപ്പൊ കാഴ്ചയുണ്ട്, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ വരുമ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഇരുട്ടായിരുന്നു, ഇവിടെ ഇരുട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴോ? ഇപ്പൊ നല്ല കാഴ്ചയുണ്ട്. വരുമ്പോ അച്ഛനെയൊക്കെ കാണാൻ കാരണം ബൈബിളൊന്നും ഞാൻ കൊണ്ടുവന്നില്ല, വായിക്കാൻ പറ്റാത്ത കാരണം. ഇപ്പം ബൈബിളൊക്കെ വായിക്കാൻ പറ്റുമോ? ബൈബിളോ അങ്ങനെയുള്ള പുസ്തകങ്ങളോ വായിക്കാൻ പറ്റാത്ത വിധം ഇടതുകണ്ണിന് കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഈ സഹോദരി ഇവിടെ വരുമ്പോൾ. അവിടെ ഇരുന്ന് ഈ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ ഈ സ്റ്റേജ് ഭാഗം മൊത്തം ഒരു ഇരുട്ട് ആണെന്ന് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ ശരിക്കും ഈ സ്റ്റേജിൽ വെളിച്ചം കാണാം, ഇവിടെയുള്ള ആളുകളെ കാണാം, ബൈബിൾ വായിക്കാം. ഈ ഇടത് കണ്ണിൻ്റെ നഷ്ടപ്പെട്ടിരുന്ന കാഴ്ചശക്തി കർത്താവായ യേശുക്രിസ്തു അത്ഭുതകരമായി പുനഃസ്ഥാപിച്ച് നൽകി അനുഗ്രഹിച്ചു.